എന്ത് അമ്പിളിക്കുട്ടൻ ചേട്ടാ? ആ ഇതേ പുഴുക്കുത്തുണ്ടോന്നൊരു സംശയം. ആണോ? സംശയമല്ല, ഉണ്ട് ഉണ്ട്. അവൻ കനകം പോയതിനു ശേഷേ ഒന്നും നോക്കാറില്ല ചെടിയിലൊന്നും. ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അതുകൊണ്ടല്ലേ കണ്ടത്. ഇപ്പൊ എടുത്ത് മാറ്റിയില്ലെങ്കിലേ എല്ലാം പുഴുകുന്നുണ്ട്. അതെ അതെ. രാഗി എന്ത്? രാഗി അടുക്കളയിൽ പാചകമാണെന്ന് തോന്നുന്നു. എന്താ ഈ വീട് പണി എന്തായി അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ? വീട് പണിയുടെ കാര്യം കുറച്ച് ടൈറ്റാണ്. കാശിനല്ലേ? പിന്നല്ലാതെ. അത് ഈ ഒരുപാട് ആർഭാടത്തിനൊക്കെ നിൽക്കുമ്പോഴേ കാശ് കൂടും. നമ്മുടെ ഒരു നിലയ്ക്ക് നിങ്ങളിപ്പോൾ ദുബായിലൊക്കെ ആയിരുന്നത് കൊണ്ട് അവിടുത്തെ രീതിക്കൊന്നും പണിയരുത്. നമുക്ക് നമ്മുടെ രീതിയിൽ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ നിലയ്ക്ക് അങ്ങ് തീരും. ആരാ പറഞ്ഞ വലിയ ആർഭാടത്തിലേക്കാണ് പണിയണമെന്ന്? ഒരു വീട് പണിയാകുമ്പോൾ എല്ലാവർക്കും ഡയറ്റ് ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഡയറ്റ് വരും. അതെ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, പിള്ളേരും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഒരുപാട് സൗകര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ രാഗിക്ക് ആ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ ഉള്ളൂ ഒരു വീട്ടില്. അത്രേ ഉള്ളൂ. ആ, വലിയ സൗകര്യത്തിലല്ലല്ലോ ഞങ്ങൾ ചെയ്യണത്. അല്ല, ഈ അടുക്കളയെന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു അമ്മിക്കല്ല് അങ്ങനെ പെണ്ണുങ്ങൾ മേലിറങ്ങി ചെയ്യാവുന്ന സംഗതികളൊക്കെ വേണം അടുക്കളയാവുമ്പോഴേ. അത് വർക്ക് ഏരിയയിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഈ സ്വിച്ച് ഇടുമ്പോ വരണ സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴല്ലേ അങ്ങനെ പൈസ കൂടണേ. സ്വിച്ച് ഇടുമ്പോ വരണ സാധനങ്ങൾ? ഈ സ്വിച്ച് ഇടുമ്പോ ഉള്ളി വരുന്നോ മറ്റേ പാല് തുടയ്ക്കുന്നൊക്കെ പറഞ്ഞു. ഓ, അടുക്കളയില്. ആ, അതിന്റെ ആവശ്യം എന്താ? അതാരാ പറഞ്ഞ നമ്മൾ വെക്കുന്നു? അത് ഞങ്ങൾ ചെയ്യുന്നതല്ല. പിന്നെ നന്നായി. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഷാനവാസ്, ദുബായിൽ, ഭയങ്കര ബിസിനസ്സുകാരനാണ്. അവൻ്റെ വീട്ടിൽ അടുക്കളയിൽ ഇങ്ങനെ ഫുള്ള് ഇലക്ട്രോണിക്സിൻ്റെ കാര്യങ്ങൾ, സ്വിച്ച് ഇട്ടാൽ എല്ലാ സാധനവും ഇവിടെ എത്തും. അത് വലിയ അടുക്കളയാണ്. അതാ പറഞ്ഞത്. ആ, അപ്പൊ നിങ്ങളുടെ വീടോ? നമ്മളെ വീട് ചെറിയൊരു വീടല്ലേ, 1600 സ്ക്വയർ ഫീറ്റിൽ. ശരി, ചെറിയ വീട്. അത് മതി, അത്ര മതി നമുക്ക്. ഇതിന്റെ ഷാനവാസേ എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുണ്ടെങ്കിലും അവൻ എൻ്റെ അഭിപ്രായം ചോദിക്കും എൻ്റെ അടുത്ത്. അങ്ങനെ അവൻ അവൻ്റെ വീട് അടുക്കളയുടെ ഒരു ട്രൂ കോപ്പി എനിക്ക് അയച്ചു തന്നു ഇവിടെ കാണാൻ വേണ്ടി. അത് കണ്ടതാ. ആരെയോ രാഗിയാ പറഞ്ഞത്. ഞാനങ്ങ് ടെൻഷനായിപ്പോ. ടെൻഷനല്ല, ഞാനോർത്ത എന്താ അതിന്റെ നമ്മളിപ്പോ അങ്ങനെ. ശരിട്ടാ, ശരി. ആ, ശരി. ഓരോരോ കാര്യങ്ങൾ. അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ? അമ്മേ, ആ, ഇങ്ങ് വന്നേ. എന്നതാ? ഇങ്ങ് വാ അമ്മേ. വരുന്ന വാ. എന്തുവാ അമ്മേ, നമ്മള് 1 കോടി രൂപയുടെ വീട് വെക്കുന്നുണ്ടോ? നമ്മൾ 1 കോടി രൂപയുടെ വീട് വെക്കുന്നുണ്ടാന്ന്. എന്തേ? അല്ല, രാഗേണ്ടി പറഞ്ഞു നമുക്ക് പൈസ നമ്മൾ പാലാര ഇതെന്തോ വിറ്റ് പിന്നെ അപ്പൂപ്പൻ്റെ സ്ഥലമൊക്കെ കിട്ടിയെന്ന്. അത് ചതുപ്പല്ലേ നമുക്ക് കിട്ടിയത്? രാഗേണ്ടി നിന്നോട് ചോദിച്ചോ? എപ്പോ? കുറച്ചു മുമ്പേ. എന്നിട്ട് നീ എന്ത് പറഞ്ഞ? ഞാൻ സത്യം പറഞ്ഞു, ചതുപ്പാ കിട്ടിയത്, നമുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പെരപണിയില്ലാന്ന് പറഞ്ഞോ? ആ, പണിയുണ്ടോ? ഉണ്ടോ? നിന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ഈ വലിയ ആൾക്കാർ സംസാരിക്കണത് ഞോണിയാണെന്ന് പറഞ്ഞു പോയി നിക്കണ എന്ത് കാര്യത്തിനാ നീ? എന്റെ അടുത്ത് ചോദിച്ചു. ആണോ? അമ്മയോട് ചോദിച്ചിട്ട് പറയാൻ. അതെ, നേരത്തെ തന്നാ ടേപ്പ് ഒന്നും കൂടി തരുമോ? ചേച്ചി, ആ പാലയിലെ 1 കോടിയുടെ വീട് പണി എപ്പോ തീരും? അത് അമ്പിളിക്കുട്ടൻ ചേട്ടൻ്റെ കൂട്ടുകാരൻ ഷാനവാസ് ഇല്ലേ? ഷാനവാസിന്റെ അടുക്കള പണി തീരുമ്പോഴത്തേനും തീരുമായിരിക്കും. Alien versus Alien.